ലിസ്റ്റിൻ്റെ ആണ് മൊത്തത്തിൽ ഒരു ദുരൂഹത നിൽക്കുന്നുണ്ട് ഈ സിനിമയിൽ. ഇതിൽ രണ്ട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലിസ്റ്റിൻ ചാക്കോച്ചനുമായിട്ട് ആദ്യം ഒന്നിക്കണം. ഇതിനു മുമ്പ് പൃഥ്വിരാജുമായിട്ട് പ്രൊഡക്ഷൻ, അതിനുശേഷം നിവിൻ പോളിയായിട്ട് പ്രൊഡക്ഷൻ, ഇപ്പോൾ ചാക്കോച്ചനുമായിട്ടുള്ള പ്രൊഡക്ഷൻ. അതിൽ ഈ കഴിഞ്ഞ സിനിമകളിൽ പൃഥ്വിയായിട്ടും നിവിനുമായിട്ട് നിന്നു. അവരിൽ നിന്നും പിന്നെ കൂടാതെ ഒരു ദുരൂഹര സാഹചര്യത്തിൽ ചാക്കോച്ചൻ്റെ കൂടി അതിൽ ദുരൂഹത എന്തോ ഒളിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇതാണ് അതിന് ആപ്റ്റായിട്ട് വന്ന സിനിമ എന്നാണ് ചാക്കോച്ചൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൈ ഓർത്തന്നേ ഉള്ളൂ. ഞങ്ങള് പല സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേറെ സിനിമകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഒരു പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റിയ സിനിമ. അപ്പൊ അങ്ങനെയാണല്ലോ സിനിമകൾ സംഭവിക്കുന്നതാണ്. ഈ സിനിമ കോപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിച്ചു. അല്ല, ഈ നിവിനുമായിട്ട് പിന്നീട് സിനിമകളൊന്നും കാണുന്നില്ല. നിവിനുമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി പോലും നിങ്ങൾ ഒരുമിച്ചില്ല എന്നാണ് നമുക്ക് പൊതുവെ അറിയാവുന്നത്. ചാക്കോച്ചനുമായിട്ട് ഇനി തുടർന്നു പോകാനുള്ള ഒരു താല്പര്യം എത്രമാത്രം ഉണ്ടാവും? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം സംഭവിക്കുന്നതാണല്ലോ. സന്തോഷം, നമ്മൾ സിനിമകൾ ഹിറ്റാവുകയും അല്ലെങ്കിൽ നമ്മൾ കോപ്പറേഷൻ ചെയ്തപ്പോൾ നമ്മളൊരു പ്രതീക്ഷിച്ച ഒരു കാര്യം പോസിറ്റീവായിട്ട് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പം ഇതങ്ങനെ ഒരു പ്രത്യേക ഒരു ഇന്റൻഷനിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഇതൊരു സൂപ്പർ ഹിറ്റായി ഭയങ്കര പൈസ ഉണ്ടാക്കി അങ്ങനെയല്ല. സിനിമകളിൽ ഹിറ്റാവുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. രണ്ടുപേര് തമ്മിൽ ചേരാമെന്ന് അല്ലെങ്കിൽ കോപ്പറേഷൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതാണല്ലോ വലിയൊരു കാര്യം. അപ്പം അത് പോസിറ്റീവായിട്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ചാക്കോച്ചൻ ലിസ്റ്റിനുമായിട്ട് ഒത്തിരി കാലത്തെ ബന്ധങ്ങളുണ്ട്. ഇപ്പോഴാണ് ഒന്നിക്കുന്നത്. ഈ ലിസ്റ്റിൻ ചെയ്യുന്ന പടങ്ങളും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സക്സസ് മാനായിട്ട് ലിസ്റ്റിനെ കണ്ടത് കൊണ്ടാണോ ലിസ്റ്റിനുമായിട്ടൊന്ന് കൈകോർക്കാം അല്ലെങ്കിൽ ലിസ്റ്റിനുമായിട്ട് ചേർന്ന് പോകാമെന്ന് ഈ സിനിമയ്ക്കൊന്ന് തീരുമാനിക്കാൻ കാരണം? ലിസ്റ്റിന്റെ തുടക്ക സിനിമ ട്രാഫിക് മുതലൊരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ലിസ്റ്റിനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ അതിന് ശേഷം ഹൗ ഓൾഡ് ആർ യു പോലുള്ള സിനിമകളുണ്ട്, അല്ലെങ്കിൽ പതിരൂപ സാഹചര്യമുണ്ട്. അത് വിജയിച്ച സിനിമകൾ മാത്രമല്ല, പരാജയപ്പെട്ട സിനിമകളും അതിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വിജയിച്ച സിനിമകൾ മാത്രം കണക്കിലെടുത്തിട്ടാണ് ഈ കൂട്ടായ്മ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റായൊരു ധാരണയാണ്. പരാജയപ്പെട്ട സിനിമകളുണ്ട്, നല്ല അഭിപ്രായം കിട്ടിയിട്ട് പരാജയപ്പെട്ട സിനിമകളുണ്ട്, അഭിപ്രായം കിട്ടാതെയും പരാജയപ്പെട്ട സിനിമകളുണ്ട്, വിജയിച്ച സിനിമകൾ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സിനിമകൾ ഉണ്ടാവണം, പ്രത്യേകിച്ച് നല്ല സിനിമകൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഈ ഒരു സിനിമയുമായിട്ട് ഞങ്ങൾ ഒത്തുചേരുന്നത്. അത് അഭിനേതാവ് എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിലും ആദ്യമായിട്ട് ഒത്തുചേരുന്നു എന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ലിസ്റ്റിൻ എന്നുള്ളൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു ആക്ടറിന്റെ മാർക്കറ്റബിലിറ്റി നോക്കിയിട്ടോ ഒന്നുമല്ല ഇത് സംഭവിക്കുന്നത്. ഒരു നല്ല സിനിമ ഉണ്ടാവണം, അപ്പോൾ അതിന് ഉള്ള സാഹചര്യങ്ങൾ, ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്തും ഒരു വിശ്വാസത്തിന് പുറത്തും ഒരു നല്ല സിനിമയായിട്ട് മാറും എന്നുള്ളൊരു ഒരു തോന്നലുമാണ് ശരിക്കും ഈ ഒരു കൂട്ടായ്മയ്ക്ക് കാരണമായത്. ഈ സിനിമയുടെ ജയപരാജയങ്ങൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ബാധകമാകുമോ എന്നുള്ളത് അതൊരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിജയങ്ങളും പരാജയങ്ങളും ഞങ്ങളുടെ സിനിമാ ജീവിതത്തിൽ ഒന്നിച്ചുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല സിനിമകൾക്ക് വേണ്ടി ഈ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെ ആവട്ടെ, അത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു ഫാക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഇതിന്റെ ജയപരാജയങ്ങൾക്കപ്പുറം നല്ല സിനിമകൾക്ക് വേണ്ടി വീണ്ടും ഒന്ന് ചെയ്യും. ചാക്കോച്ച, ഇപ്പം ട്രെയിലർ നോക്കുകയാണെങ്കിൽ ഈവൻ ഒരു ചിരിക്കകത്താണെങ്കിൽ പോലും ചാക്കോച്ചൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ളൊരു കാര്യമാണ് ചിരി വരെ. ഓൾസോ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഈ പുതുമയായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും ഈ സിനിമയിൽ ചാക്കോച്ചൻ ചെയ്യാനായിട്ട്? ഇപ്പം ചാക്കോച്ചൻ ഇതുവരെ ചെയ്യാത്തതായിട്ടുള്ള എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാവും? അല്ല, ഇതില് ശരിക്കും രതീഷ് പൊതുവാൾ എന്നൊരു ഡയറക്ടറിന്റെ ഒരു ക്രിയേറ്റീവ് സൈഡ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം എൻ്റെ കഥാപാത്രം മാത്രമല്ല, ഇതിലുള്ള എല്ലാവരുടെയും, ഇപ്പോൾ സച്ചിന്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ദിലീഷിന്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും ഈവൻ ജാഫ്രിക്കയുടെ അപ്പിയറൻസ് ആണെങ്കിലും എല്ലാവരുടെയും അപ്പിയറൻസുകളിൽ തന്നെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെ അവതരിപ്പിക്കുന്ന രീതികളിലാണെങ്കിലും അവർ പെർഫോം ചെയ്യുന്ന രീതികളിലാണെങ്കിലും അവരുടെ ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും എല്ലാം അവർ വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ സച്ചിന്റെ ക്യാരക്ടർ ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. അപ്പോൾ അതിൽ സജിൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ വായുവിൽ എഴുതും. സാധാരണ നമ്മൾ
സാറുമാരെ പഠിപ്പിക്കുമ്പോൾ എഴുതുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളി എഴുതി. അപ്പൊ ഞാൻ രതീഷിനോട് ചോദിച്ചു, അത്രയ്ക്ക് അങ്ങ് വേണം, അത്ര ഡീറ്റെയിലിംഗ് നമുക്ക് ആവശ്യമുള്ളൂ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഈ അടുത്ത് എൻ്റെ മദറിലോ, പുള്ളിയുടെ അമ്മ വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരി ബയോളജി ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ പുള്ളിക്കാരിയോട് സംസാരിക്കുന്നിടയ്ക്ക് പുള്ളിക്കാരി ഉത്തരം പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ എഴുതുന്നു. അതായത് മേശപ്പുറത്ത് അല്ലെങ്കിൽ പുള്ളിക്കാരുടെ മടിയിലൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്യാരക്ടറിൻ്റെയും മാനറിസംസും ക്യാരക്ടറൈസേഷൻസിനും ഓരോ ന്യൂവാൻസസും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു ഡയറക്ടറാണ് രതീഷ് പൊതുവാൾ. അപ്പൊ അത് എല്ലാ കഥാപാത്രങ്ങളിലും അങ്ങനത്തെ ഡീറ്റെയിലിങ്ങുകൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ക്യാരക്ടേഴ്സിന്റെ ആൾക്കാരുടെ ചെറിയ ചില ക്യാരക്ടറൈസേഷൻസ് പോലും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അതേ കണ്ടിട്ടുണ്ട്. അത് വളരെ ഓർഗാനിക് ആയിട്ട് ഈ സിനിമയിലെ കഥാപാത്രങ്ങളിലായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഇതിലുണ്ട്. പിന്നെ ദുരൂഹ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു ഗൗരവം എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ എൻ്റെ സേതു എന്ന് പറയുന്ന കഥാപാത്രം ഒരു ആരോഗ്യ മേഖലയിലെ ഒരു ഓഫീസ് ബോയ് ആണ്, ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ പുള്ളി ചെയ്യാത്ത ജോലികളില്ല. പുള്ളിയെ എല്ലാ തരത്തിലും എല്ലാ ആൾക്കാരും ചൂഷണം ചെയ്യാറുണ്ട്. ജോലി സ്ഥലത്താണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ പരിചയക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാവരും ചൂഷണം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റി, ഒരു മേഖലയിലുള്ള ഒരാളുടെ ഒരു സമൂഹത്തിലെ ഒരു സ്ട്രാറ്റയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ചിലപ്പോൾ സേതു. അയാളുടെ ജീവിതത്തിലേക്ക് മറ്റു പലരും കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് സജിൻ ചെയ്യുന്ന രാജേന്ദ്ര പ്രസാദ് എന്ന ക്യാരക്ടർ കടന്നു വരുമ്പോൾ പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങളും, അല്ലെങ്കിൽ മീനിങ് എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിക്കാരി വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. ആ നാട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇവരെ എല്ലാവരും എങ്ങനെയാണ് സേതുവിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഹാസ്യരൂപേണയും അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിന്റെ രൂപത്തിൽ കുറച്ച് ഇമോഷണലായിട്ടും കുറച്ച് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞു പോകുന്ന സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യം. അതിൽ ഈ കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ, അത് രസകരമായിട്ടുള്ള രീതിയിൽ, ഇമോഷണലായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് രതീഷ് പൊതുവാൾ എന്ന സംവിധായകനും തിരക്കഥാകൃത്തിനും സാധിച്ചിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ചാക്കോച്ചൻ്റെ കംബാക്ക് പീരീഡ് ഉണ്ടായിരുന്നു. അതായത് ഈ ട്രാഫിക് മുതൽ ഇങ്ങോട്ടുള്ള സിനിമാസ് നോക്കുവാണെങ്കിൽ, ഇപ്പൊ നോക്കുവാണെങ്കിൽ ചാക്കോച്ചൻ ജസ്റ്റ് റൊമാൻറ്റിക് ഹീറോയ്ക്ക് അപ്പുറത്തേക്ക് എന്താ പറയുക, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തു, ഈവൻ വില്ലൻ ഉൾപ്പെടെ. അപ്പം ഇതിനുള്ള കോൺഫിഡൻസ് എവിടെ നിന്നായിരുന്നു? ഇതിന്റെ ഒരു ക്ലീഷേഴ്സ് എല്ലാം പൊളിച്ചെടുക്കണമെന്നൊക്കെ തോന്നിത്തുടങ്ങിയത് ഇടക്കാലത്തെ സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് പ്രേക്ഷകർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പൊ അത് തുടക്കകാലത്തെ സിനിമയെ സ്നേഹിക്കാതെ ആഗ്രഹിക്കാതെ വന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ആ സ്നേഹം, പ്രേക്ഷകർ എന്നോടുള്ള സ്നേഹം തിരിച്ചറിയുകയും അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നല്ല കഥാപാത്രങ്ങളിലൂടെ സിനിമകളിലൂടെ ആവണം എന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ശ്രമവും യാത്രയും തുടങ്ങിയത്. ഒരു 5-6 കൊല്ലങ്ങളായിട്ട് ചെയ്യുന്ന സിനിമകൾ, വ്യത്യസ്തമായ സിനിമകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും കുറച്ചുകൂടെ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ചെറിയ ക്യാരക്ടറുകളിലൂടെ അല്ലെങ്കിൽ ചെറിയ റോളുകളിലൂടെ ആണെങ്കിലും എല്ലാം. ട്രാഫിക്കൊക്കെ അങ്ങനത്തെ രീതിയിൽ ഒരു കഥാപാത്രത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇമേജ് ചേഞ്ചിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ, കുറെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ ചെയ്യാതെ ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാളിപ്പോയിട്ടുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഒരു വളരെ പതുക്കെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായി വന്ന ഒരാളല്ല. അതിന്റെ പുറകിൽ കുറെ അധ്വാനങ്ങളുണ്ട്, കുറെ തിരസ്കാരങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്, എല്ലാം അതിന്റെ ഭാഗമാണ്. സജിൻ ബ്രോ നമസ്കാരം. നമസ്കാരം ബ്രോ. നിങ്ങൾ ഈ ട്രയോ കോംബോ, അതായത് ചേട്ടനായാലും ചാക്കോച്ചനായാലും ദിലീഷേട്ടനായാലും, അപ്പം ഒരിക്കലും പടത്തില് ഒരു പോർഷൻ കഴിഞ്ഞാൽ നിങ്ങൾ 3 പേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും പ്രേക്ഷകരെ കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത്, ത്രില്ല് ചെയ്യുന്നത്, ഇമോഷണൽ ആക്കുകയും ചെയ്യുന്നത്. ട്രെയിലറാണോ ഫീൽ ചെയ്യുന്നത്. അപ്പം 3 ടൈപ്പ് ആളുകളാണ്. ഇതെല്ലാം ഒരു കുടക്കീഴ് വരുമ്പോണ്ടാകുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ഒരു കെമിക്കൽ കോംബോ പോലെ വേറൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇത്. ഇതുവരെ പ്രേക്ഷകർ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. അപ്പം ഇങ്ങനൊരു കോമ്പിനേഷൻ, ഇങ്ങനൊരു കഥ കേൾക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഫസ്റ്റ് മൈൻഡിൽ തോന്നിയെന്നായിരിക്കും, നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള കഥയാണോ, അത് പ്രേക്ഷകർക്ക് എന്തായിരിക്കും ഇതിൽ നിന്ന് കിട്ടാത്തൊരു തോട്ട് ഉണ്ടാവുമല്ലോ, എന്തായിരുന്നത്? ബ്രോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട് എന്ന ഡയറക്ടറാണ് രതീഷ്. അപ്പോൾ എന്തെങ്കിലും പുള്ളിയായിട്ട് കൊളാബ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു ഓഫർ വരുന്നത്. അപ്പോൾ ചാക്കോച്ചൻ വിളിച്ചിട്ടാണ് ഞാൻ പിന്നെ പോയി കഥ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൂവ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ നമുക്ക് ഈ പറഞ്ഞത് കൂടുതൽ അതിലൊന്നും സ്ക്രിപ്റ്റ് വായിച്ച് കൺവിൻസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഓഫർ വന്നപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ചെയ്യാം
പിന്നീട് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അതിലൊരു ലെയർ, രതീഷേട്ടൻ്റെ ഒരു മീറ്റർ, ഒരു ക്യാരക്ടർ ആർക്ക്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു ഫാമിലിയോട്ട് വന്ന് കയറിയിട്ടുള്ള ഒരു മൊമെന്റ്സും ആ പാട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ ഓൾറെഡി 3 പേരും ഷർട്ട് ഇല്ലാതെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് കാണുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ ഭയങ്കര അറ്റാച്ച്മെന്റ്, ഭയങ്കര ഒരു ഫ്രഷ്നെസ്, ഒരു പുതുമ വരുന്നുണ്ട്, വെൽക്കമിങ് ഫീൽ ഒക്കെ വരുന്നുണ്ട് പടത്തിൽ. അപ്പോൾ അത് ഗ്രാജുവലി പിന്നെ എന്താ സംഭവിക്കണം എന്നുള്ള പടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ദിലീഷേട്ടൻ്റെ ഒപ്പം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ചാക്കോച്ചൻ്റെ ഒപ്പം ചാവേറിന് ശേഷം വർക്ക് ചെയ്യുന്ന സിനിമ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ടേഴ്സ് ആക്ടറാണ് ഞാൻ. അപ്പോൾ ദിലീഷേട്ടൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ആഫ്രിക്കൻ്റെ അടുത്ത് വന്നൊരു കാര്യമുണ്ട്, പൂജ ചെയ്യണം. പൂജയുടെ സമയത്ത് ഇതിന് പേടിക്കുന്ന കാര്യമൊന്നുമില്ല, സുഖമാണ്, ഡയറക്ടറെ അനുസരിച്ചിട്ട് തന്നെ വിളിച്ചത്. കാരണം ഇതിൽ വലിയവര് മറ്റേ കാമലികാരത്തിലൊക്കെ അഭിനയിച്ചാറുള്ള എക്സ്പീരിയൻസിൽ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെയാണ് രതീഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയത് ഇത്. അല്ല, ചിദംബരം ആണെങ്കിലും ഞാൻ ജാനമല്ല് ചിദംബരം ഡയറക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരുമിച്ച് ആർട്ടിസ്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. വയനാടൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ എല്ലാവരും ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ പോയിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഒരു കുറച്ച് ഡേയ്സ് ഒരുമിച്ചുണ്ടായിരുന്നു. ചെയ്യാൻ പറ്റി. ഒരു ഡിഫറെന്റ് ഗെറ്റപ്പിൽ ഒക്കെ ചെയ്യാൻ പറ്റി. ക്യാരക്ടർ അങ്ങനെ തന്നെ ഇരിക്കും. എല്ലാവർക്കും പടം കാണുമ്പോൾ മനസ്സിലാവും. താങ്ക് യു. അതുപോലെ ചാക്കോച്ചന്റെ ഓരോ പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് ഈ പടത്തിന് ഡാൻസ് ഇറങ്ങിയതിന് ശേഷം ചാക്കോച്ചൻ ഓരോ മനുഷ്യരോട് ഉള്ള ഡാൻസ് ആയാലും ശരി, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ചെയ്യും. ആ ഒരു നമുക്കൊരു ആക്ടറിൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ഒരു ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും വർക്ക്ഔട്ട് ആവും എന്നൊരു ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് അപ്പോൾ ചാക്കോച്ചൻ ഓരോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറയാൻ മലയാളികൾക്ക് ഒരുപാട് എവർഗ്രീൻ ക്യാരക്ടേഴ്സ് തന്നൊരു ആളാണ് താങ്കൾ, ഒരു എവർഗ്രീൻ ആക്ടർ എന്ന് തന്നെ പറയാം. അപ്പം ആ ഒരു അപ്പം ഇതേ കഥാപാത്രം എത്രത്തോളം പ്രേക്ഷകർ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരിക്കും? ഇത് കോൺഫിഡൻസ് എന്നതിന് അപ്പുറം ഒരു വിശ്വാസമാണ്. കാരണം നല്ല സിനിമകളെ മലയാള പ്രേക്ഷകർ ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസമാണ് അതിന് ആസ്പദം. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, രസകരമായിട്ടുള്ള കാര്യങ്ങൾ ദുരൂഹ സാഹചര്യവുമായിട്ട് കോർത്തിണക്കി ഞാൻ പറയുമ്പോൾ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ മലയാളികൾ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് ദുരൂഹ സാഹചര്യം എന്നുള്ളത്. അപ്പോൾ അത് വളരെ രസകരമായിട്ട്, ഇച്ചിരി ക്വിക്കായിട്ട്, ഫണ്ണി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതും അത് ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ആയതും അതുകൊണ്ട് തന്നെയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം ലിസ്റ്റ് തന്നെ പറഞ്ഞു, ഈ ഒരു സമയം എന്ന് പറയുന്നത് പല വലിയ സിനിമകളും മറ്റു പല സിനിമകളും റിലീസ് ചെയ്യാൻ ഭയപ്പെടുന്ന സമയത്ത് പോലും വലിയ സിനിമകൾ മലയാളത്തിൽ റിലീസ് ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നല്ല സിനിമകളായതുകൊണ്ടും അല്ലെങ്കിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന സിനിമകളായതുകൊണ്ടും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷുക്കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അവധിക്കാലം എന്ന് പറയുന്നത് നല്ല സിനിമകളുമായിട്ട് വരുന്ന ആരെയും നിരാശപ്പെടുത്തില്ല മലയാള സിനിമ പ്രേക്ഷകർ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെയും കോൺഫിഡൻസിന്റെയും പുറത്താണ് ഒരു ദുരൂഹ സാഹചര്യം എന്ന സിനിമയുമായിട്ട് ഈ ടീം വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട 2-3 പേരുകൾ. ഒന്ന് ചിദംബരത്തിന്റെ കാര്യമാണ്, ഞാൻ എടുത്ത് പറഞ്ഞില്ല. കാരണം ചിദംബരം എന്ന സംവിധായകൻ, മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ആദ്യമായിട്ട് ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പം അദ്ദേഹത്തെ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ ഒരു അപ്പിയറൻസിലും ഒരു ഭാവത്തിലും നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ ഒരു ഫ്രഷ്നെസ് സിനിമയിൽ ഉണ്ടാവും. അതേപോലെ തന്നെ സുധീഷ്, എൻ്റെ ആദ്യ സിനിമ മുതൽ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരു അഭിനേതാവാണ്, ഒരു സുഹൃത്താണ്. ഈ അടുത്ത കാലങ്ങളിൽ അദ്ദേഹം വ്യത്യസ്തമായ പല സിനിമകളും പല ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഴ 2 ഒരു മനോഹരമായ വേഷം ചെയ്തിട്ടുണ്ട്. സുധീഷിനെയും ഈ സിനിമയിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഇതിന്റെ ഗാനങ്ങളാണെങ്കിലും ഡോൺ മിൻസിനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വരികൾ ഞാനാണെങ്കിൽ ഗാനം രചിച്ചിരിക്കുന്നത് രതീഷ് തന്നെയാണ്. ഒരു കെമിസ്ട്രി ടീച്ചർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആ സിനിമ പാട്ട് തുടങ്ങുന്നത് തന്നെ. ശരിക്കും ഒരു കെമിസ്ട്രി അധ്യാപകൻ എൻ്റെ റൈറ്റ് സൈഡിലും ഒരു കെമിസ്ട്രി അധ്യാപികയാണ് എൻ്റെ ഇടതുവശത്തും ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള കോമ്പോസും കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെ പുള്ളിയുടെ ചില റെഫറൻസുകളൊക്കെ ഭയങ്കര രസമാണ്. ഇതിൽ മിനി എന്നാണ് ശരണ്യെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. എൻ്റെ പേര് സേതു എന്നാണ്. ഒരു ഹീറോയുടെ സ്പ്ലെൻഡർ ഉണ്ട്. ശരിക്കും ഈ സേതു എന്ന് പറഞ്ഞ സ്തുതിയും അല്ലെങ്കിൽ മിനി സ്പ്ലെൻഡർ എന്നൊക്കെ പറയുന്ന വളരെ രസകരമായിട്ടുള്ള അങ്ങനത്തെ ഒരു ചെറിയൊരു 2ാം കാഴ്ച അല്ലെങ്കിൽ 3ാം കാഴ്ചയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് പറയാൻ കാരണം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് എൻ്റെ രസകരമായ കാര്യം. അപ്പൊ ഇങ്ങനത്തെ ചില നമുക്ക് പെട്ടെന്ന് ആദ്യ കാഴ്ചയിൽ പെട്ടെന്ന് കിട്ടാത്ത ചില രസകരമായിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ രസകരം മാത്രമല്ല വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ പോലും
നമുക്ക് പിന്നീട് നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിനിമയും കൂടി ആയിരിക്കും ഒരു ദുരൂഹ സാഹചര്യം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ കാണാത്ത തരത്തിൽ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ അഭിനേതാക്കളെ അവതരിപ്പിക്കാൻ സാധിക്കുകയും നമ്മളെ സാധാരണ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും വേറൊരു ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിൽ ആംഗിളിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സാധിച്ചിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് ഒരു ദുരൂഹ സാഹചര്യവുമായിട്ട് വരുന്നത്. അപ്പോൾ അത് നല്ല സിനിമയുടെ ഗണത്തിൽ പെടും എന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്താണ് മാജിക് ഫ്രെയിംസും ഉദയ പിക്ചേഴ്സും അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. തിയേറ്ററിലേക്ക് വിഷു കൈനീട്ടമായിട്ട് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ ചാക്കോച്ചന്റെ പടങ്ങൾ ഇറങ്ങിയതിന് ശേഷം തന്നെ തൊട്ട് തൊട്ട് മുമ്പിൽ ഫാക്ടറിയിട്ട് വരുന്നുണ്ട്. നേരത്തെ ഒരു ഇതുണ്ടാവും? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അത് മെയ് 1-ാം തീയതിയാണ് പേരിട്ട് ഇപ്പം ഒഫീഷ്യൽ റിലീസ് കൺഫേം ചെയ്തിരിക്കുന്നത്. അത് വലിയ പെരുന്നാൾ, ഇതൊരു കുഞ്ഞു പെരുന്നാൾ. അത്രേ ഉള്ളൂ. രണ്ട് പെരുന്നാളും ഗംഭീരമാവട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. അത് ശരിക്കും സജിന്റെ കാലിന്റെ ഇഷ്യൂ നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ഹെയർലൈൻ ഫ്രാക്ചർ ആണെന്ന് പറഞ്ഞു. ജാഫ്രിക്ക പറഞ്ഞു എന്തെങ്കിലും ഭയങ്കര വലിയ ഇഷ്യൂ ആയിരുന്നെങ്കിൽ നമ്മളപ്പം ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ പടം നിർത്തി വെച്ച് വേറൊരു ആക്ടറെ നമ്മൾ നോക്കിയാണ്. ഇപ്പോൾ ലിസ്റ്റ് നോക്കിയപ്പം ഇത് വലിയ ചെലവില്ലാത്ത കാര്യമാണ്, പിന്നെ കഥാപാത്രത്തിന് യോജിച്ച രീതിയിലുള്ള കാര്യമാണ്. അപ്പം ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വേണ്ട, മരുന്നൊന്നും വേണ്ട, അല്ലെങ്കിൽ എക്സ്റേ ഒന്നും എടുക്കേണ്ട, ഇത് അങ്ങനെ തന്നെ പോട്ടെ. ക്യാരക്ടറിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ഒരു ഇൻബിൽറ്റ് അല്ലെങ്കിൽ ഇൻബോൺ ബിസിനസ് അക്യുമെന്റ് എത്രത്തോളം ഉള്ളത്. പിന്നെ എനിക്ക് ആ ഏരിയയിലേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ ലിസ്റ്റിന്റെ ടീമും പ്രത്യേകിച്ച് അഖിലും ഒക്കെ അതിൽ ഭയങ്കരമായിട്ട്, കാരണം ലിസ്റ്റിൻ പൂജയ്ക്ക് ശേഷം പിന്നെ ലൊക്കേഷനിലേക്ക് വന്നിട്ടേ ഇല്ല. കാരണം എങ്ങാണ് ഈ കാലിന്റെ ചികിത്സയ്ക്ക് കൂടുതൽ എന്തെങ്കിലും സാലറി ചോദിക്കുമെന്നുള്ള ഭയത്തിന്റെ പുറത്ത് പുള്ളി വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ എടുത്ത് കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ജോക്സ് അപ്പാർട്ട്, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ലിസ്റ്റിൻ ആണ് ശരിക്കും രതീഷ് പൊതുവാളിനെ ആദ്യം എൻ്റെ അടുത്ത് വിടുന്നത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല പുള്ളി എന്താ പറയുന്നുള്ളൂ. തിയേറ്ററിൽ സിനിമ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചെന്നുള്ളത്. അപ്പൊ അതിനുശേഷം വീണ്ടും രതീഷുമായിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ തിരിച്ച് ആ ഒരു കാര്യം വെച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചെയ്യേണ്ട ഒരു ന്യായമായിട്ട് എനിക്ക് തോന്നി. അത് ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമവും ഞങ്ങളുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ട്. ബോഗൻവില്ലേ ആണെങ്കിലും ഓഫീസ് ഡ്യൂട്ടി എടുക്കുമ്പോഴും അതിനകത്തൊക്കെ ഒരു സൈക്കോ ക്യാരക്ടറോളജി നടക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെ. അപ്പം ഇതിലും അങ്ങനെ ഒരു ദുരൂഹത ഞങ്ങൾ പ്രതീക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കും? എനിക്ക് സൈക്കോ ചാക്കോ എന്ന പേര് വരുത്താൻ വേണ്ടിയിട്ടുള്ള ദുരൂഹമായിട്ടുള്ള ശ്രമമാണെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരിലും ഈ പറയുന്ന പോലെ ഒരു സൈക്കോ ഫാക്ടർ ഉണ്ട്, അല്ലേ? ഇല്ലാതില്ല, കാരണം ആർട്സാനുമായിട്ട് തോന്നുന്നു 24 മണിക്കൂർ നമ്മൾ ഒരു ദിവസം അത് കുറേ നേരങ്ങൾ ഉറങ്ങുമല്ല, ഈ ഉറങ്ങാതെ ഇരിക്കുന്ന സമയങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റു പിന്നെ വൈകുന്നേരം വരെയുള്ള ആ സമയത്ത് നമ്മളുടെ മെൻ്റലിന് ചെറിയ ഏതോ ഒരു കുറച്ച് സെക്കൻഡ് നേരം എന്തോ ഈ പോലെ വരാമെന്നാണ് വരും. ഒരു യഥാർത്ഥ നല്ലൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അയാളൊരു ഫോൺ വന്നു മാറി. ഞാൻ മാറിക്കഴിഞ്ഞിട്ട് ഇയാൾക്കൊരു ഫോൺ വന്നു. അതൊന്നും ഇവർ നല്ല സുഹൃത്ത് ഇങ്ങനെ ഒന്ന് വർത്താനം പറയുന്നത് എന്തുണ്ട് അങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പെട്ടെന്ന് എന്തേലും ചോദിച്ചു, എടാ നീ അങ്ങനെ പോണ്ട അവിടെ വരും. അത് ഈ സത്യം പറഞ്ഞാൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതാണ് പറഞ്ഞത്, ഇതിനെക്കുറിച്ച് വായിച്ച അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്രയും സൈക്കോ അല്ല ഞാൻ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓഫീസർ ഡ്യൂട്ടിയിലെ കഥാപാത്രം പ്രത്യേകിച്ച് അയാളുടെ ഒരു ഇമോഷണൽ ട്രോമ ഉണ്ട്. അപ്പൊ അത് ആ ഒരു സീക്വൻസ് കണ്ടു കഴിഞ്ഞിട്ട് അതിനോട് റിലേറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാർ തന്നെ പേഴ്സണലി വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം കണ്ട സമയത്ത് എനിക്കും തോന്നിയിരുന്നു ഇയാൾ എന്ത് സൈക്കോ ആണെന്ന് നോട്ട് ചെയ്തു. അപ്പം അത് ഇതിപ്പം ഈ സൈക്കോ എന്നതിനപ്പുറം അത് മനസ്സിന്റെ ഓരോരോ അവസ്ഥകളാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ട കാര്യം. അപ്പം അത് ഒരു ഡിസീസാണ്, ക്യാൻസർ പോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു രോഗം തന്നെയാണ്.
അപ്പൊ അത് മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ചികിത്സിക്കുകയും അതിനുവേണ്ടി പണ്ടുണ്ടായിരുന്ന ഒരു ടാബും ഉണ്ട്. നമ്മൾ ചുമ്മാ ഒരു ഭ്രാന്തെന്ന് പറഞ്ഞ് അതിനെ അല്ലെങ്കിൽ വട്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറയുക വളരെ കോമൺ ആയിട്ടുള്ള ഒരു വേർഡ് ഉപയോഗിക്കുന്നതിനപ്പുറം ഇന്ന് പല ഗ്രേഡുകളുണ്ട്, വേരിയന്റുകളുണ്ട്. എന്തൊക്കെ അവസ്ഥകളാണെന്ന് മനസ്സിലാക്കി ചികിത്സിക്കാനായിട്ട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. പണ്ട് മടി ഉണ്ടായിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല, ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഒരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് ഓരോ കഥാപാത്രങ്ങളിലും അതനുസരിച്ചുള്ള ചേരുവകളും വ്യത്യസ്തതകളും ഉണ്ടാകുന്നുണ്ട്, മാനസിക തലങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ട് അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇപ്പം ദുരൂഹ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും പല രീതികളിലായിരിക്കും ഒരേ സിറ്റുവേഷൻ തന്നെ അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ രസകരമായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പം രാജേന്ദ്ര പ്രസാദിനെ പേടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് സിനിമ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് വ്യക്തതയുണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പം അത് ഈ വ്യത്യസ്തമായ മാനസിക തലങ്ങൾ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നർമ്മവും ആക്ഷേപഹാസ്യവും ഒക്കെ ചേർത്ത് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ദുരൂഹ സാഹിത്യം. താങ്ക് യു. അതെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഞാൻ കുറച്ചധികം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. കാരണം ഞാൻ വിചാരിക്കാണ്ട് വളരെ പെട്ടെന്ന്, നേരത്തെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്നാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ ഐ ഹാഡ് ടു ഡബിൾ ദ ലെവലപ്പിംഗ് തിങ്. അപ്പോൾ കുറച്ചധികം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ആ ബൊഗൈൻവില്ല മൂവി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ആവുന്നത്. അപ്പം ഞാൻ ആ ബൊഗൈൻവില്ല ലുക്കൊക്കെ പ്രതീക്ഷിച്ച് ഒക്കെയാണ് വിചാരിക്കുന്നത്. ഉള്ളിൽ ഫുൾ റൊമാൻറ്റിസൈസിങ് ആണ്. നേരിട്ട് വന്നപ്പോഴത്തേക്കും മറ്റേ കീറിയൊക്കെ കൂടി വേറെ ഏതോ ലുക്കിലാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ കാണും ഇതെന്ന് എനിക്ക് കിട്ടുമ്പോൾ മാത്രം ഇങ്ങനത്തെ രൂപം എന്നുള്ള രീതിയിലാണ്. പിന്നെ വർക്ക് ചെയ്യുമ്പോൾ ഹീസ് വെരി കാം ആൻഡ് വെരി കമ്പോസ്ഡ്. ആൻഡ് ഞാനാണ് നല്ലവും തെറ്റിക്കരുത്, എൻ്റെ പെർഫോമൻസ് ഷുഡ് നോട്ട് എഫക്ട് തിങ്സ് എന്നൊക്കെ ഉള്ള രീതിയിലാണ്. പക്ഷേ ഹിസ് പ്രസൻസ് ഭയങ്കര നന്നായിട്ട് എന്നെ കൂടി കാമാക്കി കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് തരാൻ പറ്റി. അതുകൊണ്ട് അത് മാത്രമല്ല, രതീഷേൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത് ഞാനിപ്പോൾ രതീഷേൻ്റെ കൂടെ ഇത് എൻ്റെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ്. ആദ്യത്തെ മൂവി വർക്ക് ചെയ്യുമ്പോൾ രതീഷേട്ടൻ പല ഡിഫറെൻറ്റ് പ്രോസസ്സിലാണ് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യുന്നത്. നമുക്ക് പോലും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് മൂവിയിൽ രതീഷേട്ടൻ എനിക്ക് കഥയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്പോട്ടിലാണ് സീൻ ഡയലോഗ്സ് ഒക്കെ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു വേറൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഈ മൂവിയിൽ എനിക്ക് സ്ക്രിപ്റ്റൊക്കെ ആദ്യമേ തന്നിട്ട് ഇതിൻ്റെ ടെക്സ്റ്റ് എല്ലാം ഫുൾ പേഴ്സണലൈസ് ചെയ്തോളൂ, പിന്നെ എന്നിട്ട് ഒന്നും വേണ്ട, വേറെ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട, സാധാരണ രീതിയിൽ വന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ കുറെ കൂടി ടെൻഷനായിരുന്നു. പക്ഷെ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ആ രതീഷേട്ടനോട് വർക്ക് ചെയ്തതിൻ്റെ കുറേ ലേണിങ്സ് ഔട്ട്കംസ് നമുക്ക് ഈ സെക്കൻഡ് ഇതിനകത്ത് എവിടെ ഉണ്ടാവുന്നത്, സെക്കൻഡ് പ്രൊജക്റ്റിൽ. പിന്നെ അതുപോലെ ബാക്കിയെല്ലാം കുറേ സജിൻ ബോബു ആയിക്കോട്ടെ, ദിലീഷേട്ടൻ ആയിക്കോട്ടെ, ചിത്തു ആയിക്കോട്ടെ, ഒരുപാട് രാജേഷ് മാധവൻ്റെ കൂടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതെല്ലാം കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു. ആൻഡ് ഐ എം ഫോർച്ചുനേറ്റ് ദാറ്റ് ഐ ഗോട്ട് ദിസ് ബിഗ് ഓപ്പർച്യൂണിറ്റി. അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന് മുമ്പുള്ള അദ്ദേഹം ചെയ്ത സിനിമയുടെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അത് തന്നെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ട് ആണ് ഈ സിനിമയുടെ കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുറച്ച് ദുരൂഹതകളൊക്കെ ഈ സിനിമയിലുണ്ട്. അത് വളരെ വസ്തുതമായിട്ടുള്ള കാര്യമാണ്. ക്രിയേറ്റീവായിട്ട് ഡിഫറൻസുകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ ഒരു മേശയുടെ അപ്പുറത്ത് ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് അറ്റ് ദ എൻഡ് ഒരു നല്ലൊരു സിനിമ, ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ ഇത് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും, അത് ഡയറക്ടർ മുതൽ പ്രൊഡക്ഷനിലുള്ള ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ വരെ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ദുരൂഹതയും ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ചുമ്മാ പറയുകയാണെങ്കിൽ ഞാൻ അലക്കിലി എന്നുള്ള സോങ് ആദ്യം റിലീസ് ചെയ്തപ്പോൾ ശരിക്കും അതിൽ മ്യൂസിക് ഡയറക്ടറിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല. അതെന്താ പറയുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഇൻപുട്ടുകൾ ചേർന്നിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സെറ്റാണ്. അപ്പോൾ അത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് സിനിമ നന്നാവണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അത്
എല്ലാവരും എന്ന് പറയുമ്പോൾ രതീഷ് ബാലകൃഷ്ണൻ മുതൽ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് മുതൽ ഇതിൽ ആക്ട് ചെയ്ത ആൾക്കാർ മുതൽ പിന്നെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർ മുതൽ പ്രൊഡക്ഷൻ സൈഡിലുള്ള എല്ലാവരും ഉൾപ്പെടെ. സോ അതിൽ യാതൊരു ദുരൂഹതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടു കൂടി ഈ ഒരു വിഷുക്കാലത്ത് ദുരൂഹ സാഹചര്യം ഇങ്ങനത്തെ ഒരു രീതിയിൽ, കാരണം ഇതുവരെ നമ്മൾ വിട്ടിട്ടുള്ള എല്ലാ കോണ്ടന്റുകളും ഇരുകൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അത് സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ സിനിമ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ എൻ്റർടൈൻഡ് ആകും എന്നുള്ള വിശ്വാസമുണ്ട്. ഡയറക്ടറും ഇല്ല, എഡിറ്ററും ഇല്ല, മ്യൂസിക് ഡയറക്ടറും ഇല്ല, DOP ഇല്ല, ശരിക്കും ചിദംബരവും ഇല്ല, ദിലീഷ് പോത്തനും ഇല്ല, അങ്ങനെ കുറേ പേരില്ല. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ആദ്യം ഏപ്രിൽ 2-ാം തീയതി എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിരുന്നു. പെട്ടെന്ന് അത് മാറി ഏപ്രിൽ 10 അത് മാറി ഏപ്രിൽ 15 അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളും സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇപ്പം ഇപ്പോഴത്തെ ഈ ടീസറിൻ്റെ ഔട്ട് പോലും നമ്മൾ അടുത്ത ലാസ്റ്റ് മിനിറ്റാണ് നമുക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. ടെക്നീഷ്യൻസ് സോ അവർ ലൈം ലൈറ്റിലേക്ക് വരാനായിട്ട് ചിലപ്പോൾ അവർക്ക് മടിയുണ്ടാവാം, അല്ലെങ്കിൽ താല്പര്യമില്ല. അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് റിസൾട്ടാണ് അവരുടെ ജോലിയാണ് അവരുടെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൽ രതീഷിൻ്റെ കൂടെ 3ാമത്തെ സിനിമയാണ് അത്. ആദ്യത്തെ സിനിമ എന്നാത്താൻ കേസുകൾ, 2ാമത്തെ സിനിമ ഞാൻ നായകനല്ല, പക്ഷെ അതിൽ ഞാൻ പോയി അഭിനയിച്ചു. അത് ഞാൻ 1 രൂപ പോലും മേടിക്കാതെയാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹമായിട്ടൊരു ബന്ധത്തിൻ്റെ പുറത്താണ്. അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത സിനിമ വൻ പരാജയമായപ്പോൾ പോലും ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഞാനത് ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ബന്ധത്തിൻ്റെ പുറത്തുണ്ടായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ആസ് എ ക്രിയേറ്ററിൽ പുള്ളിയിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം അതിൽ പുള്ളി ലൈം ലൈറ്റിലുണ്ടോ കൂടെ ഉണ്ടോ എന്നതിനപ്പുറം ഈ സിനിമ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടി അദ്ദേഹമാണെങ്കിലും ഞാനാണെങ്കിലും ലിസ്റ്റിനാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൂടെ ഇരിക്കുന്നവരാണെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൂടെ നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. സോ അത് സിനിമ സംസാരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ മീൻസ് ആ ഒരു ആൻസർ ആയിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇതിപ്പോൾ എന്നാത്താം കേസോട് ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ചാക്കോച്ചൻ്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ്. ഇപ്പോൾ നമുക്ക് അടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിനെ പറ്റി. അപ്പോൾ അതേ ഒരു ഡയറക്ടർ ലീഡർ റോളും കൊണ്ട് വേറൊരു കഥയായിട്ട് വരുമ്പം ആർക്കാണെങ്കിലും കുറച്ചുകൂടെ എന്തൂസിയാസം അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിരിക്കും. ലൈക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ വരുമ്പോൾ ആ ഒരു കഥാപാത്രമായിട്ട് മാറുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചെയ്ത് കഴിഞ്ഞപ്പോഴും എങ്ങനെയുണ്ട് കണ്ടത്? ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം സേതു എന്ന കഥാപാത്രം എന്നിലേക്ക് വരുമ്പോൾ അത് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ കണ്ടതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് രതീഷ് അതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും എല്ലാം ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് രതീഷിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 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 ആക്ടറെ അത് ഇന്നത്തെ കേസുകളിൽ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഞാനും 1-2 പേരും അല്ലാതെ ബാക്കിയെല്ലാം പുതിയ ആൾക്കാരായിരുന്നു. ക്യാമറയുടെ മുമ്പിൽ നിന്ന് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു കൂടുതൽ. അവരെല്ലാവരെയും വളരെ നാച്ചുറലായിട്ട് ഒരു കഥാപാത്രമായി മാറുന്ന രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് രതീഷ് പൊതുവാൾ എന്ന ഒരു ക്രിയേറ്ററിൻ്റെ മിടുക്ക് തന്നെയാണ്. അപ്പം അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൈ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വെയിറ്റേജ് കൂടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദിലീഷിൻ്റെ ഒരു അപ്പിയറൻസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും, സജിൻ്റെ കാര്യത്തിലാണെങ്കിലും, ജാഫറിൻ്റെ ആണെങ്കിലും, ശരണ്യയുടെ ആണെങ്കിലും, സുധീഷിൻ്റെ ആണെങ്കിലും, എൻ്റെ ആണെങ്കിലും എല്ലാം ആ രീതിയിലുള്ള കഥാപാത്രങ്ങളുടെ വേറൊരു ടോൺ അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മാജിക് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. സാധാരണക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ ഒരു സിനിമയിൽ. ടീസർ കണ്ടപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷേ എൻഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വെട്ടിയും പോകെ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് മാറുന്നു. ഇപ്പം എത്രത്തോളം വെടിവെപ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ആഗ്രഹം? സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ മാത്രമേ ഉള്ളൂ. ഇതുവരെ നമ്മൾ രതീഷ് പൊതുവാൾ സിനിമകൾ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ആക്ഷൻ സീക്വൻസുകളാണ്. മറ്റത് സോഷ്യൽ സറ്റയർ ആണെങ്കിലും, ഇമോഷണൽ സൈഡ് ആണെങ്കിലും, തമാശകളാണെങ്കിലും, സമൂഹത്തിലുള്ള പല ഇഷ്യൂസ് ആണെങ്കിലും അതെല്ലാം ആൻസർ ചെയ്ത് കേറ്റർ ചെയ്ത് പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ആക്ഷൻ്റെ ഒരു സീക്വൻസോടുകൂടി ഈ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഭയങ്കര ഒരു സൂപ്പർ ഹീറോ മാച്ചോ പരിപാടി അങ്ങനെയൊന്നുമില്ല.
സജിൻ ചേട്ടാ ഇപ്പം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആവേശം ഇറങ്ങിയിട്ട് 2 വർഷമായി. ഇപ്പം ആവേശത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഫാഫിനെക്കാളിലും ചേട്ടൻ സ്കോർ ചെയ്തിട്ടുള്ളതായിട്ട് ഓഡിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ആക്ഷൻ സീക്വൻസിന് മുൻപ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീനിൽ ചാക്കോച്ചനെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആക്ഷനൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാകും? ഇതിൽ എനിക്ക് വലിയ രീതിയിൽ ആക്ഷൻ സീക്വൻസുകളില്ലെന്ന് വിചാരിക്കുന്നു. ചാക്കോച്ചനെ ഞാൻ സ്കോർ ചെയ്ത് വിചാരിക്കുന്നത് ചാക്കോച്ചനെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന സീനുണ്ട്. അതിൽ ചാക്കോച്ചന് ഡാൻസ് അറിയാൻ പാടത്തൊരു ക്യാരക്ടർ ആയതുകൊണ്ട് ഞാൻ അതിൽ സ്കോർ ചെയ്തു. അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നു ചാക്കോച്ചനെ. ഞാനൊരു 3 ദിവസം 2 ദിവസമൊക്കെ എടുത്തിട്ട് ഞാൻ ഡാൻസ് പഠിക്കുന്നു. ആ സമയത്ത് സ്പോട്ടിൽ ഒന്ന് ചാക്കോച്ചനത് കാണുന്നു, ചാക്കോച്ചൻ അപ്പം തന്നെ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ മാത്രമേ സ്കോർ ചെയ്ത പോലെ തോന്നി. എല്ലാ വിധത്തിലും ഓക്കെ ആയിരുന്നു ബ്രോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫണ്ണിയായിട്ടൊരു. അപ്പൊ അങ്ങനെ പേര് ജാഫർ തന്നെയാണ്. അത് എത്രമാത്രം ആ സിനിമയ്ക്ക് ഇടിക്കാരൻ്റെ ഒരു റോളും ആ പേരും അത് എത്രമാത്രം ആ സിനിമയിൽ നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു കഥാപാത്രമാണ്. ഇടുക്കിയിലുള്ള ഒരാൾ ആണ് അദ്ദേഹം. ഈ കാസറ്റ് റെക്കോർഡിങ്ങൊക്കെ ഇല്ല, പഴയ ഡെക്കിലേക്ക് പകർത്തുന്ന ഒരു പരിപാടിയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ. അതിനകത്ത് കുറേ പിള്ളേർക്ക് അത് അറിയാൻ പാടില്ലായിരിക്കും. നമുക്ക് അറിയാൻ പാടില്ല, നമ്മുടെ ആരാധത്തിലുണ്ട്. വന്ന എല്ലാ കെട്ടുകളൊക്കെ ആയിട്ട് പോയി നേരെ വയനാട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തട്ടുമ്പുറത്ത് ഇതെല്ലാം പല സാധനം കൊണ്ടിട്ട് വെച്ച് പുള്ളിയെ സഹായിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇതിനകത്ത്. ഇടുക്കിക്കാരനാണ്, അമ്പാൻ ആലുവക്കാരനായിട്ടാണ് പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ ശരണ്യ ഹരിയാനക്കാരി ആരാ, ഏതെങ്കിലും പേര് പറയാനില്ലെങ്കിൽ ചോദ്യം വരും. തോൽപ്പട്ടി, ഞാനത് തീപ്പട്ടിന്ന് കേട്ടു, പക്ഷെ തോൽപ്പട്ടി എന്താണേലും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ജീവിക്കുന്നത്. ഇപ്പം സാറിന് ജ്യേഷ്ഠനായിട്ടാണ് നമ്മുടെ ദിലീഷ് സാറ് അഭിനയിക്കുന്നത്. ഇത് ഒത്തിരി ചോദിക്കാനില്ല ഇതിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെങ്തി സംഭവം ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ആ ചില പടങ്ങളിൽ ചെന്നിട്ട് 4-5 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം ഇങ്ങനെ പോയി വരുമ്പോഴത്തേക്ക് എനിക്ക് മൊത്തം അറിയത്തില്ല. അതിലേക്ക് മിക്കവാറും ആൾക്കാർക്കറിയാം ഞാൻ കഥ ഞാൻ പിടിച്ച് പറയുമ്പോൾ അങ്ങനെ കേൾക്കാറില്ല. അത് പള്ളിയിലൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ചെന്നു എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ തേച്ച് പിരിക്കെടുത്തുന്നാൻ പറഞ്ഞത്. രതീഷ് എന്ന് പറയുന്ന ഒരു മഹാനായ ഡയറക്ടർ എന്നാണ് പറയുള്ളൂ. ഇപ്പം കുറച്ച് മുമ്പ് അമ്മ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ ചെയ്ത എല്ലാ ക്യാരക്ടറും അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തു. ഈ സിനിമയിലല്ല ഏത് സിനിമയിലാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നത്. എനിക്ക് 2-3 ഡയറക്ടർമാരങ്ങനെ ഉണ്ട്, ലിജോ സാറ്, പിന്നെ രതീഷ് സാറ്, ഇവരൊക്കെ എന്നോട് പുരോട് അവർ ചെയ്യണേ ചെയ്താൽ മതി, വലിയ പണിയില്ല എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത്. നോക്കിയിരുന്നാൽ മതി. അതിലും മെച്ചമായിട്ട് നമ്മൾ ചെയ്യുന്നതെങ്കിലും മെച്ചമായിട്ട് അങ്ങനെ കാണിച്ചു തരും. പിന്നെ നമ്മൾ എല്ലാം പറഞ്ഞു തരും. ഒരു പടം എങ്ങനെ വിജയിപ്പിക്കണം, എങ്ങനെ പോകണം, അദ്ദേഹം എടുത്ത് ചെയ്യുന്ന നമ്മൾ കിട്ടുന്നവരെ അദ്ദേഹത്തിൻ്റെ പടത്തിന് 50 ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 60 ദിവസമൊക്കെ ആകുമായിരിക്കും, എനിക്കറിയില്ല. അത് എടുത്തിട്ടേ വിടുകയുള്ളൂ. അത്ര ഗ്യാരണ്ടി ഉണ്ട് പടത്തിന്. നല്ല ഞാൻ പറഞ്ഞില്ലേ, കഥയും കഴിയുമ്പോഴത്തേക്ക് ഒരു എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വിജയപ്പടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപേക്ഷിക്കാനും അഭ്യർത്ഥിക്കാനും പറ്റുള്ളൂ ജനങ്ങളോട്. എല്ലാവരോടും നമുക്ക് സിനിമ കാണാൻ പറയാൻ പറ്റുമോ? ഇതിന് തീ പിടിച്ച വിലയല്ല ടിക്കറ്റിനും അതിനൊക്കെ. അല്ല, അത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥാപനത്തിൽ ഞാൻ കയറി പൈസ കൊടുക്കാന്ന് പറഞ്ഞ് വേറൊരു പടമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇത് ഫുള്ള് ഇറങ്ങുന്ന സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല, അതൊക്കെ ലിസ്റ്റിന്റെ തീരുമാനങ്ങളാണ്. ലിസ്റ്റ് പൊതുവെ ഒരു സഹൃദയനാണ്, വെറുതെ നിങ്ങള് ലോലഹൃദയനാക്കരുത് വീണ്ടും. ചെയ്ത കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ചിരിപ്പിക്കുന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട്, കരയിപ്പിക്കുന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ഫ്രീക്ക് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പൊ കുറച്ച് സ്റ്റൈലിട്ട കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സൈക്കോ ആയിട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പം അതൊക്കെ വെച്ച് നമ്മൾ ചെയ്ത വെച്ച കഥാപാത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരുണ്ടാകുന്ന ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്നവർ ചെയ്യുമ്പോൾ ചാക്കോച്ചനൊക്കെ ഒരുപാട് കഥാപാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻട്രോവേർട്ട് അല്ല ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യുന്നവർക്ക് ചാക്കോച്ചനോട് ടിപ്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ടിപ്സ് അഭിനയിക്കാനായിട്ട് മലയാളത്തിൽ പറ. അതല്ല ചോദ്യം ചോദിക്കുമ്പോ എന്നോട് മലയാളത്തിൽ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അതായത് മാത്രം ക്ലിയർ ചെയ്താണ്. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ അതായത് എല്ലാത്തിലും മാറി നിന്ന്, അല്ലെങ്കിൽ എന്താ പറയാ, മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും പ്രകടിപ്പിക്കാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് അതുപോലെ അന്തർമുഖൻ. ചോദ്യം കുഴപ്പിച്ചു കളഞ്ഞതല്ലേ? ഞാനും അമ്മാനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇദ്ദേഹത്തിന്റെ അഭിനയം കണ്ടു കഴിയുമ്പോൾ ഞാൻ വലുതായി പോകുന്നു. എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കുറച്ച് ഇത് ഇതുകൂടെ അതാ നല്ല ചോദ്യം കേട്ടോ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആരായി? അല്ല, ഈ ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ ഞാനാരാ? അതല്ല, അല്ലാതെ എനിക്കൊരു സ്വഭാവമുണ്ട്. അത് ചില വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഇച്ചിരി പരിചയക്കുറവുള്ളൊരു ആരായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ഒരു കൊച്ചായിക്കോട്ടെ, ആരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു തിരിവോ മറവോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും തെറ്റും ഇതൊക്കെ വരുവാണ്. ഇപ്പം ഈ നൈസിൽ വിളിക്കും, നൈസിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പോലെ ഇങ്ങനെ എടുക്കണ്ട, കൈ വിടുന്ന എടുക്കണ്ട. അത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. പക്ഷെ അവർ ചിലപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ ഡയറക്ടർക്ക് ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ എൻ്റെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് പോയാലും നല്ലതായിരുന്നു അത് പറഞ്ഞു കൊടുക്കും. അവർ ചെയ്യുകയോ ചെയ്യുമെന്നറിയില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒന്നും ആരോടും പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഇപ്പൊ കണ്ട വാടകയിൽ പിള്ളേർ സെറ്റ് ഇറങ്ങിയല്ല നടന്മാരാ, മോഹൻലാൽ സാറ്, മമ്മൂട്ടിക്ക എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പോലെ ഇരിക്കുന്ന സാറന്മാർ ഞങ്ങളൊക്കെ ഇപ്പൊ ചെറുകിടക്കാരൊക്കെ ഉണ്ടല്ലോ ഒത്തിരി. അപ്പോൾ അവരൊന്നുമല്ല, അവരും ഇപ്പൊ സിനിമയെന്ന് പറഞ്ഞപ്പോൾ 4 പിള്ളേർ കൂടിയ സിനിമയാണ് അല്ലേ? എല്ലാ സൈഡിലും പിള്ളേർ സെറ്റായി, ക്യാമറയായി, ഡയറക്ഷനായി, ഒക്കെ അല്ലേ? ഇതിപ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്യും നന്നായിട്ട്. എന്നിട്ട് അദ്ദേഹത്തിനോട് ഇതൊരു കഥ പറ, അദ്ദേഹം സിനിമ എടുക്കും. നല്ല പിള്ളേരാണെങ്കിൽ വേണ്ട വാഴ കളിക്കണം അങ്ങനെ. അതുപോലെ ഇതും നിങ്ങൾ കളിച്ചു വരുമ്പോഴത്തേക്കും നല്ലൊരു സിനിമയാവും. വിഷുവിന് ഒരു കൈനീട്ടമായിട്ട് 2 പേരും കൂടെ കൂടി കൊടുത്തേരും ഞങ്ങളായിട്ട് വെച്ച് ടീസറിൽ ഇങ്ങനെ കണ്ടപ്പോ എന്റെ കണ്ണ് നേരെ പോയത് എന്റെ തലയിലേക്ക്. കാരണം അത്ര കിട്ടുന്ന ഹെയർ സ്റ്റൈല് ഈ തലയിലേക്ക് മാത്രമാണ് ഉള്ളൂ. അല്ല കുഴപ്പമില്ല, അത് അങ്ങനെ ചെത്തി വെച്ചോണ്ട് ചേന എത്തിയ പോലെ എന്ന് പറയും അല്ലേ? അത് കൊള്ളാത്. കാരണം ഇപ്പോഴത്തെ യുവതലമുറയിൽ നെറ്റി കയറുന്ന പിള്ളേർക്കൊക്കെ ഈഗോ അടിക്കാൻ സാധ്യതയുണ്ട് ആ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ചേട്ടൻ ആ ഒരു മേക്കപ്പില് ക്യാരക്ടറായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും കണ്ണാടി നോക്കിയപ്പോ ഫസ്റ്റ് തോന്നിയ ഒരു തോട്ടം ഉണ്ടായിരുന്നു. അത് ചോദ്യമാണ് അല്ലേ? ഇതൊക്കെ ചോദ്യം. ഇപ്പൊ ഏതാണ്ട് 100 ചാനലുണ്ടെന്നായിരിക്കും അല്ലേ? അല്ലേ? ചെറുതും വലുതുമായിട്ടുള്ള 10 ഇല്ലേ? ഇത്രയും മുമ്പ് ഞാൻ പറയാണ്, ഞാൻ ഇത് എന്നെ വെട്ടിപ്പറക്കി ഒരു മരത്തിൻ്റെ വെട്ടി കാരവാനിലൊന്നും കയറി മുടി വെട്ടിച്ചേനെ ഒക്കെ വാരിപ്പറക്കാനായിട്ട് പിന്നെ വലിയ പാടാണ്. ഞാൻ പുറത്തിരുന്ന വെട്ടിയാണ്. ഞാൻ മുടിയൊക്കെ വെട്ടിയിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എൻ്റെ അടുത്തൂടെ കടന്നു പോയത്. എനിക്ക് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഇതിലൂടെ കടന്നു പോയിട്ട് ഇവിടെ ഇടം പറ്റി മൂക്കും മുറിച്ച് വെച്ചേക്കുന്നത്. അപ്പം ഞാനിത് ആരാധന ഞാൻ ഞെറ്റപ്പോൾ പുള്ളി വന്നിട്ട് അറിയോ പറഞ്ഞിട്ട് ഞെട്ടിയേക്കിരിക്കും. അപ്പോഴാണ് അദ്ദേഹമാണെന്ന് അറിയുന്നത്. അപ്പം ഞാൻ കണ്ണാടി നോക്കിയപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കി ഇപ്പൊ ഈ നിൽക്കുന്ന ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇല്ലേ, വരാൻ പോകുന്ന ചെറുപ്പക്കാർ പിള്ളേരൊക്കെ കംപ്ലീറ്റ് ഇതുപോലെ മുടി വെട്ടി ജാഫർ ഖാൻ കട്ടെന്ന് പറഞ്ഞൊരു കാട്ടുണ്ട്. ഇനി നോക്കിയോ, ഇനി സലൂണിലും ചെറിയ ബാർബർ ഷോപ്പിൽ വരെ ജാഫർ ഖാൻ കട്ടെന്ന് പറഞ്ഞൊരു നോട്ടീസ് കിട്ടും. ഇനി പിള്ളേരെ കുറച്ചാണ് പറ്റി പിള്ളേരെ കട്ടെ അതെനിക്ക് പറയത്തില്ലേ? നല്ല കട്ടല്ലേ കുട്ടപ്പി? നല്ല കട്ടല്ലേ? അതാണ് കട്ട. അല്ല, അത് ഒരു രസകരമായൊരു അവസ്ഥയിൽ ചെയ്തതാണ്. അത് സിനിമയുടെ പേരുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ആരുടെ കൂടെയാണ് കോപ്രഡ്യൂസ് ചെയ്തത്, അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടെങ്കിലും എനിക്ക് കിട്ടാതിരിക്കില്ലല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. ഇല്ലില്ല, കണ്ടിട്ടില്ല. കാണണം. ശരിക്കും പറഞ്ഞാൽ ആട് കാണണം, പ്രതിച്ഛായ കാണണം, വാഴ കാണണം, മോഹിനിയാട്ടം കാണണം. ഇതെല്ലാം കാണേണ്ട ലിസ്റ്റിലുള്ളതാണ്. തിയേറ്ററുകളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം.
ചാക്കോച്ചി ഇപ്പോൾ ഇറങ്ങിയ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് അതായത് ഒരുപാട് സ്റ്റാർസ് ഉള്ളവർ ഇപ്പോൾ വാഴയിലായാലും ശരി സ്റ്റാർ ഡിപ്പെൻഡ് അല്ല, കണ്ടന്റ് ഡിപ്പെൻഡ് ആണ്. അത് പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എൻ്റെ ലൈഫ് സംഭവിച്ചിട്ടുണ്ടോ, എനിക്ക് അറിയാവുന്ന ലൈഫ് സംഭവിച്ചിട്ടുണ്ടോ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ കാണുമ്പോൾ പ്രേക്ഷകർ പിന്നെയും പിന്നെയും തിയേറ്ററിൽ വന്ന് മലയാളത്തിന് മാത്രം പേഴ്സണൽ മലയാള സിനിമകൾ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള ഇൻഡസ്ട്രീസ് വെച്ച് നോക്കുമ്പോൾ എടുത്തു നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ പ്രൊഡക്ഷൻ പറയുന്നത്, അപ്പോൾ എൻ്റെ പ്രൊഡക്ഷനിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് കഥകൾ പ്രേക്ഷകരിലേക്ക് എത്തണമെന്നാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇല്ല, ഇങ്ങനത്തെ സിനിമകൾ എന്നുള്ളതല്ല, അതിനപ്പുറം ഏതൊക്കെ രീതിയിൽ ഒരു എന്റർടൈനർ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പം മലയാള സിനിമയിൽ ഏത് തരത്തിലുള്ള സിനിമകളും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പം ലോക പോലെയുള്ള സിനിമ അങ്ങനത്തെ ഒരു ടെറൈൻ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് സംഭവിച്ചു, അത് ഏറ്റവും വലിയ വിജയങ്ങളൊന്നായിട്ട് മാറി. ആടിത്രി എന്ന് പറയുന്ന സിനിമ വേറൊരു ടൈം ട്രാവൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഡൗട്ട് പലർക്കും ഉണ്ടായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യുന്നു. വാഴ പോലുള്ള സിനിമകൾ വളരെ എന്താ പറയുക, ബയോപിക് ഓഫ് എ മില്യൺ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരുടെ സിനിമയാണ്. അത് വർക്ക്ഔട്ട് ആവുന്നു. അപ്പം ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും, ലോ ബഡ്ജറ്റ് ആണെങ്കിലും ബിഗ് ബഡ്ജറ്റ് ആണെങ്കിലും വലിയ സ്റ്റാർസ് ആണെങ്കിലും പുതിയ ആൾക്കാരാണെങ്കിലും കോണ്ടന്റ് എന്നുള്ളതാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും പ്രത്യേകിച്ച് മലയാളത്തിൽ അത് വിജയിക്കുന്നു എന്നുള്ളതാണ് മറ്റു ഭാഷകളിലുള്ള ആൾക്കാർ ഉൾപ്പെടെ അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു വസ്തുത. അപ്പോൾ അങ്ങനത്തെ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നല്ലൊരു സിനിമയുമായിട്ട് വരാനുള്ള ശ്രമങ്ങൾ അത് ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അത് തന്നെയാണ് ഉദയ പിക്ചേഴ്സും അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസും അതുപോലെ സിനിമയെ സ്നേഹിക്കുന്ന ആരാണെങ്കിലും മലയാളത്തിൽ നിൽക്കുന്ന ആരാണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.